കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോൻ പിടിയിലായ ദിവസമാണിത്. ആറ്റുങ്കലിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പങ്കജ് മേനോനാണ് കൊലപാതകത്തിന് ക്വട്ടേഷൻ നൽകിയതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. 2024 പങ്കജ് മേനോനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട സന്തോഷ്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷ് വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങലിൽ നിന്നാണ് പങ്കജ് മേനോൻ എന്നു പേരുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ കേസുമായി ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അതായത് ഈ കൊലപാതകം നടക്കാൻ കൊട്ടേഷൻ നൽകിയത് പങ്കജ് മേനോനാണ് എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യഘട്ടം മുതലുള്ള നിഗമനം. ആ ഘട്ടം മുതൽ ഈ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഏറ്റവും ഒളിവിലിരുന്ന പ്രതി, ഈ പ്രതി ഓച്ചിറ സ്വദേശിയാണ്. പങ്കജ് മേനോനെ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ആറ്റിങ്ങലിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. ഈ കേസിൽ ഏതാണ്ട് 6 പേർ, നേരിട്ട് പങ്കെടുത്ത 6 പേർ ഉൾപ്പെടെ ഇപ്പോൾ പങ്കജ് മേനോനോട് കൂടി ചേരുമ്പോൾ 7 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഈ 6 പേർ ഒളിവിൽ താമസിച്ചത്, അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ താമസിച്ചിരുന്നത് കൃഷ്ണപുരത്തെ ഒരു വീട്ടിലാണ് ഒളിവിൽ താമസിച്ചിരുന്നത്. ആ വീടിൻ്റെ പരിസരത്ത് നിന്ന് നാടൻ ബോംബും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാർച്ച് 27-നാണ് ഇത്തരത്തിൽ കരുനാഗപ്പള്ളിയിലെ താച്ചേമുക്കിലുള്ള സന്തോഷിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം എത്തുന്നത്. വെളുപ്പിന് 2 മണിക്ക് എത്തുന്നു. നാടൻ ബോംബ് അഥവാ തോട്ട ഉപയോഗിച്ചുകൊണ്ടൊരു ഭീകര അന്തരീക്ഷം വീട്ടിന് ചുറ്റും സൃഷ്ടിക്കുന്നു. അപ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി അമ്മയ്ക്ക് മുന്നിലിട്ടാണ് സന്തോഷിനെ ആക്രമിക്കുന്നത്. ആക്രമണശേഷം ഈ മടങ്ങിപ്പോയ സംഘം മറ്റൊരു യുവാവിനെയും ആക്രമിക്കുന്നുണ്ട്. ആ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇതൊരു പകയാണോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അറസ്റ്റിലായ പങ്കജ് മേനോനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഈ കൊല്ലപ്പെട്ട സന്തോഷും പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകയായിട്ടാണോ ഈ കൊട്ടേഷൻ നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതി പങ്കജ് മേനോനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് പങ്കജ് മേനോൻ. ഇനി പിടികൂടാനുള്ള 2 പേരെയാണ്. ഒന്നാം പ്രതി, അതായത് കൃത്യം നേരിട്ട് നടപ്പിലാക്കിയ ഒന്നാം പ്രതി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശിയായ പ്രതിയെ കണ്ടെത്തണം. ഒപ്പം ഈ സംഘത്തെ എത്തിച്ച വാഹനമോടിച്ച സാമുവൽ എന്ന പ്രതിയെയും, ആലുവ സ്വദേശി അതുലിനെയും ഒപ്പം വാഹനമോടിച്ച സാമുവലിനെയും പിടികൂടണം എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള കടമ്പ ഇനിയുള്ളത്. ബാക്കി പ്രതികളെല്ലാം അറസ്റ്റിലായി കഴിഞ്ഞു. ഏതാണ്ട് 7 പ്രതികൾ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും ഇതിൽ ഗൂഢാലോചന നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത 7 പേരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് പ്രധാനപ്പെട്ട പ്രതിയായ ആലുവ സ്വദേശി അതുലിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒപ്പം സാമുവലും അറസ്റ്റിലാകാനുണ്ട്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.